ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ 2 ചേരുവകൾ കൊണ്ട് 2 മിനിറ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മിക്കവാറും വീട്ടിലൊക്കെ പപ്പടമൊക്കെ കാച്ചുന്നവരാണല്ലോ. അപ്പൊ പലപ്പോഴും നമ്മൾ പപ്പടം കാച്ചുമ്പോഴേ നമ്മൾ പപ്പടം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ അതാണ്ട് ഇതേപോലെ പൊങ്ങി വരാറുണ്ട്. പപ്പടം നല്ല പൂരിയുടെ കൂട്ട് പൊങ്ങി വരാറുണ്ട്. ഈ പപ്പടം വളരെ സോഫ്റ്റ് ആയിരിക്കും, ക്രിസ്പി ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാനേ ഒരു സുഖം കാണില്ല. അപ്പൊ നമ്മുടെ പപ്പടം ക്രിസ്പി ആയിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ പപ്പടം കാച്ചുന്നതിന് മുമ്പ് ഇതുപോലെ പപ്പടം എടുത്തിട്ട് 3-4 ഹോൾസ് ഇതിലിട്ട് കൊടുക്കുക. നമ്മുടെ പപ്പടം കുത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ 3-4 ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പപ്പടം കാച്ചുകയാണെങ്കിൽ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ ഹോൾസ് ഇട്ട പപ്പടമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ബബിൾസ് ഇതുപോലെ വന്നിട്ട് പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള പപ്പടം കാച്ചിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പപ്പടം വളരെ കാലം എങ്ങനെയാണ് കേടാകാതെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഇതേപോലെ ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്തിട്ട് നമ്മുടെ പപ്പടം പാക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. പപ്പടം നമ്മൾ ലൂസായിട്ട് ഇട്ട് വെക്കരുത്. പപ്പടം കവർ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പപ്പടം കുറെ നാൾ നമുക്ക് ചീത്തയാകാതെ കിട്ടും. ഇനി ഞാൻ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയ മഞ്ഞൾ പൊടിച്ചതുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നും മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ചുമയ്ക്കും ജലദോഷത്തിനും അതുപോലെ കഫക്കെട്ടിനും ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ ഇത് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പും അതുപോലെ രാവിലെ വെറും വയറ്റിലും ഓരോ ഗ്ലാസ് കുടിക്കാമെങ്കിൽ നല്ല ഒരു ഡ്രിങ്ക് ആണത്. നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ അതാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് മധുരം ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടി. ഈ തേനിന് പകരം നമുക്ക് കൽക്കണ്ട വയലും ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആ കൽക്കണ്ടം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ മഹാമാരി സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കുടിച്ചു നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും കാബേജ് തോരനൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പൊ ഈ കാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചത് കുറച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഒരു സ്മെല്ല് വരാറുണ്ട്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്തായാലും ചില കാബേജിന് ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പൊ ആ സ്മെല്ല് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വിനേഗർ കാണുമല്ലോ. ആ വിനേഗറിൽ നിന്നും 1 സ്പൂൺ വിനേഗർ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ കാബേജിന് ഈ ചീത്ത സ്മെല്ല് വരികയില്ല. ഇനി നമ്മൾ 2 മിനിറ്റിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും 2 ചേരുവ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശമാവിന്റെ ഒക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഓപ്ഷണൽ ആണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി ലൂസായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാവൂ. അപ്പൊ ഈ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ദോശമാവിന്റെ അതേ രീതിയിൽ തന്നെ ഞാൻ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ല. നമ്മൾ രാവിലെയൊക്കെ താമസിച്ച് എഴുന്നേറ്റാലും അതുപോലെ തന്നെ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു തവി ഞാൻ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ. ഇത് നോൺ സ്റ്റിക്കിന്റെ തവ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ആദ്യം തേച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ സാധാരണ പാന എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് തേച്ചു കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോഴേ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചെറിയ ചെറിയ ബബിൾസ് വരികയും അതുപോലെ തന്നെ ഒരു വശം നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ വീണ്ടും തിരിച്ചിട്ടിട്ട് കുറച്ചുകൂടി എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളൊന്ന് അമർത്തി കൊടുക്കാൻ. അപ്പൊ 2 സൈഡും നന്നായിട്ട് തന്നെ മൊരിഞ്ഞു കിട്ടും. കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണിത്. നമ്മുടെ പൊറോട്ടയെക്കാട്ടി നല്ല ടേസ്റ്റ് ആണിത്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും ആണിത് കഴിക്കാനായിട്ട്, മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ലേറ്റായിട്ടൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ പെട്ടെന്നൊക്കെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റം ആണിത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇനി നമ്മളെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ചെറിയ ചെറിയ ഈച്ചകൾ വരാറില്ലേ? നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ അതിന്റെ മുകളിലൊക്കെ പറന്ന് നടക്കുന്ന ചെറിയ ചെറിയ ഈച്ചകളായാലും അതുപോലെ നമ്മുടെ സാധാരണ ഈച്ചയായാലും കൊതുകായാലും ഒക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ തുരത്താനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയ തവയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തവ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ കോഫി പൗഡർ ഇട്ട് കൊടുക്കാവൂ. കോഫി പൗഡർ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം ലോയിലാക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പുകച്ചെടുക്കണം. എന്താ കണ്ടില്ലേ, ഈ ഒരു പുക ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലെ ചെറിയ ചെറിയ ഈച്ചയായാലും കൊതുകായാലും ഒക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ഇതിന് നല്ലൊരു മണമാണ് റൂമിനകത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ. അതുപോലെ നല്ലൊരു പുകയും കിട്ടും. അടിവശം കുറച്ച് ഒന്ന് കരിഞ്ഞു വരുമ്പോഴേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുന്ന ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ അടി കെട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുകച്ചെടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.